ഓക്കെ, ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂരിഭാഗം ആൾക്കാരും വളരെ ബുദ്ധിമുട്ടായിട്ട് പറയുന്ന മാത്സിൻ്റെ ഭാഗമാണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആൾക്കാർക്കും ഡിഗ്രിക്കും ഒക്കെ ആവശ്യമുള്ള ബേസിക്സ് ആണ്. നോക്കൂ, ഒരു റൈറ്റ് ട്രയാങ്കിളിലാണ് നമുക്ക് ഈ സൈൻ കോസ് ടാൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുക, അല്ലെങ്കിൽ മലയാളത്തിൽ മട്ടത്രികോണം എന്ന് പറയും. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മുടെ ഈ ഒരു ആംഗിളാണ് തീറ്റ. ഈ തീറ്റയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എതിർവശം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ കാരണം. മട്ടത്രികോണത്തിന് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ മാത്രമാണ് ഹൈപ്പോട്ടന്യൂസ് ഉണ്ടാവുക. ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 90 ഡിഗ്രിയുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ എ ആണ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ബി സി. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് തീറ്റയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എ സി ആണ്. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ബി സി ആണ്. അപ്പോൾ സൈൻ തീറ്റ ഇസിക്കൽ എ സി ബൈ ബി സി. ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് നോക്കാം. കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ കോസ് തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്, എ ബി ആണ്. അപ്പോൾ എ ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബി സി. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എ സി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്, എ ബി ആണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു എ സി ബൈ എ ബി എന്നാണ് വരിക, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ തീറ്റയുടെ നമുക്ക് മറ്റു രീതിയിൽ എഴുതാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എ സി ബൈ ബി സി ഡിവൈഡഡ് ബൈ എ ബി ബൈ ബി സി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ള ഒരു ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ സി ബൈ ബി സി ഇൻറ്റു ബി സി ബൈ എ ബി എന്ന് പറയും. കാരണം നമുക്ക് ഇത് ഒരു ഫ്രാക്ഷനെ അല്ലെങ്കിൽ പി ബൈ ക്യു ഫോമിലുള്ള ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ സി ബൈ ബി സി ഇൻറ്റു ബി സി ബൈ എ ബി എന്ന് പറയും. ഇവിടെ ബി സി കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, എ സി ബൈ എ ബി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ കിട്ടും. അങ്ങനെയാണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ടാൻ തീറ്റ ചെയ്യുന്നത്. ഇനി അടുത്ത അതിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് കൊസിക് തീറ്റ. കൊസിക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റയാണ്. സീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതെന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.